ഒന്ന് സങ്കൽപ്പിക്കുക. ഒരു കുടുംബത്തിലെ ഒരേ ഒരു സഹോദരി. അവൾക്ക് വിവാഹാലോചനകൾ വരുന്ന കൃത്യമാ സമയത്ത് മാത്രം അവളുടെ മുഖച്ഛായ പെട്ടെന്ന് മാറുന്നു. ശാരീരികമായ വളരെ പ്രകടമായ മാറ്റങ്ങൾ. വിവാഹാലോചനകൾ വരുമ്പോൾ മാത്രം? അതെ, ആ സമയത്ത് മാത്രം. എന്നാൽ അതുമാത്രമല്ല, കൃത്യം അതേ സമയം തന്നെ കിലോമീറ്ററുകൾക്കപ്പുറം താമസിക്കുന്ന അവളുടെ മൂത്ത സഹോദരൻ യാതൊരു കാരണവുമില്ലാതെ രക്തം ചൊർത്തിക്കുന്നു. വാവ്, അതൊരു സിനിമയിലെ രംഗം പോലെയുണ്ടല്ലോ. അതെ, ശരിക്കുമൊരു ഹൊറർ സിനിമയുടെ കഥ പോലെ തോന്നും. പക്ഷേ ഇതൊരു സിനിമയല്ല, മറിച്ച് എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളിലും യാതൊരു കുഴപ്പവുമില്ലാന്ന് എഴുതിയിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതങ്ങൾ അനുഭവിച്ച ഒരു യഥാർത്ഥ കുടുംബത്തിന്റെ കഥയാണിത്. ഈ പുതിയ വിശദമായ വിവരവിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഈ മെഡിക്കൽ മിസ്റ്ററിയും അവർക്ക് ലഭിച്ച അപൂർവമായ രോഗശാന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം. ശരിയാണ്, നമ്മെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. ഡോക്ടർ ഹിഫ്സുർ റഹ്മാൻ കൊറ്റങ്കോടന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളും പ്രാക്ടോ എന്ന മെഡിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒരു രോഗി നൽകിയ വളരെ വിശദമായ അനുഭവക്കുറിപ്പുമാണ് നാം ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ ശരീരവും മനസ്സും അതുപോലെ ആത്മീയമായ വിശ്വാസങ്ങളും തമ്മിലുള്ള വളരെ സങ്കീർണമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അതെ, ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ മെഡിക്കൽ റിപ്പോർട്ടുകളിലെല്ലാം ക്ലിയർ ആണെന്ന് കണ്ടിട്ടും വിട്ടുമാറാത്ത വേദനകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഇതൊരു പുതിയ വീക്ഷണം നൽകും. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ കുടുംബം കടന്നുപോയ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ആരാണ് ഈ ചികിത്സ നൽകുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ കുടുംബം അദ്ദേഹത്തെ സമീപിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അവിടെയാണ് ഈ കേസിന്റെ പ്രത്യേകത തുടങ്ങുന്നത്. ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഹിഫ്സുൽ റഹ്മാൻ കൊറ്റങ്കോടൻ ഒരു സാധാരണ മെഡിക്കൽ ഡോക്ടർ അല്ല. ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അദ്ദേഹം പാരസൈക്കോളജിയിലും ഹോളിസ്റ്റിക് ലൈഫ് കോച്ചിങ്ങിലും ഡോക്ടറേറ്റുള്ള ഇസ്ലാമിക് കൗൺസിലിംഗിൽ വിദഗ്ധനായ വ്യക്തിയാണ് എന്ന് കാണാം. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് പ്രകാരം അദ്ദേഹത്തെ സമീപിക്കുന്ന സാധ്യതാ രോഗികൾ, അതായത് പോസിബിൾ ക്ലയൻസ് എന്നത് വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അതായത് സാധാരണ പനിയോ തലവേദനയോ ഉള്ളവരല്ല. അല്ലല്ല, വിട്ടുമോറാത്ത രോഗങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, മാനസിക ആഘാതങ്ങൾ, ബിസിനസ് തകർച്ചകൾ എന്നിവ അനുഭവിക്കുന്നവരാണ് അതിലൊരു വിഭാഗം. അതുകൂടാതെ ദുർമന്ത്രവാദം, ജിന്നുബാധ, കണ്ണേര് തുടങ്ങിയ ആത്മീയ പ്രശ്നങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരും അദ്ദേഹത്തിന്റെ സഹായം തേടാറുണ്ട്. നിൽക്കൂ, എനിക്ക് മനസ്സിലാവാത്തതെന്താണെന്നാൽ, ഒരു വശത്ത് മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ്, മറുവശത്ത് ദുർമന്ത്രവാദം പോലെയുള്ള ആത്മീയ പ്രശ്നങ്ങൾ. തികച്ചും വ്യത്യസ്തമായ ഈ രണ്ട് തലങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ഒന്നിപ്പിക്കുന്നത്? അതൊരു മികച്ച ചോദ്യമാണ്. അവിടെയാണ് പാരാസൈക്കോളജിയുടെയും ഹോളിസ്റ്റിക് സമീപനത്തിന്റെയും പ്രസക്തി വരുന്നത്. സാധാരണയായി ആധുനിക വൈദ്യശാസ്ത്രം ശരീരത്തെ ഒരു യന്ത്രം പോലെയാണ് കാണുന്നത്. ശരിയാണ്, സ്കാൻ ചെയ്യുന്നു, മരുന്ന് കൊടുക്കുന്നു. അതെ. എന്നാൽ ഡോക്ടർ ഹിഫ്സുൽ റഹ്മാന്റെ ചികിത്സാരീതി മനുഷ്യന്റെ വൈകാരികമായ തടസ്സങ്ങളും ആത്മീയ പ്രശ്നങ്ങളും എങ്ങനെയാണ് ശാരീരിക രോഗങ്ങളായി മാറുന്നത് എന്ന് വിലയിരുത്തുന്നു. ഒരു വ്യക്തി അനുഭവിക്കുന്ന കടുത്ത മാനസിക സംഘർഷം, അത് ഒരുപക്ഷെ എന്തെങ്കിലും അദൃശ്യശക്തിയുടെ ഇടപെടലാണെന്ന വിശ്വാസത്തിൽ നിന്നാകാം. അത് ആത്യന്തികമായി അവരുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഇതൊരു തരം കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പ്രശ്നം പോലെയാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ. അതായത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന് നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലായിരിക്കാം. സിസ്റ്റം ഓണാവുന്നില്ല. പക്ഷെ നോക്കുമ്പോൾ പ്രശ്നം സോഫ്റ്റ്വെയറിലാണ്. നമ്മുടെ മനസ്സിലോ ആത്മീയ തലത്തിലോ ആണ് ആ തകരാറ്. അവിടെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്ന ഈ അവിശ്വസനീയമായ കേസ് സ്റ്റഡി വരുന്നത്. ഈ പ്രാക്ടോ റിവ്യൂവില് ആ കുടുംബത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അതെ, പേര് പറയുന്നില്ല, നമ്മളും പറയുന്നില്ല. പക്ഷെ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും ആരും ഞെട്ടിപ്പോകും. ഒരു വലിയ കുടുംബമായിരുന്നു അത്. അവരനുഭവിച്ചത് വെറുമൊരു തലവേദനയോ പനിയോ ആയിരുന്നില്ല. തീർച്ചയായും. ഒരേ വീട്ടിൽ കഴിയുന്ന ഒന്നിലധികം അംഗങ്ങൾക്കാണ് ഒരേ സമയം വിചിത്രമായ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും അത് ബാധിച്ചു. ആ വീട്ടിലെ മുത്തശ്ശിക്ക് ശരീരമാസകലം വിട്ടുമാറാത്ത കഠിനമായ വേദന. അച്ഛന് തലയിൽ എപ്പോഴും ഒരുതരം മരവിപ്പും ഭാരവും. അതേ, അമ്മയുടെ കാര്യം അതിലും കഷ്ടമായിരുന്നു.
അവരുടെ കൈകൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വിറങ്ങലിപ്പും കാഠിന്യവും അനുഭവപ്പെടാൻ തുടങ്ങി. ഒരുതരം സ്റ്റിഫ്നെസ്. അതുമാത്രമല്ല, ആ വീട്ടിലെ മൂത്ത സഹോദരന് വിട്ടുമാറാത്ത വയറുവേദനയും നടുവേദനയും ഒപ്പം അതികഠിനമായ മൂഡ് സ്വിങ്സും, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക തുടങ്ങിയ അവസ്ഥ. ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്നോ ഫാമിലിയിലുള്ള സ്ട്രെസ് ആണെന്നോ ഒക്കെ ന്യായീകരിക്കാം. അതെ, പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം അതൊന്നുമായിരുന്നില്ല. ആ കുടുംബത്തിലെ ഏക സഹോദരിയുടെ അവസ്ഥയാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് വിവാഹാലോചനകൾ വരുമ്പോൾ മാത്രം അവരുടെ മുഖച്ഛായ പെട്ടെന്ന് മാറുന്നു. അതായത് ആ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം. അതെ, ബാക്കി സമയത്തൊന്നും ഒരു കുഴപ്പവുമില്ല. വിവാഹാലോചന നടക്കുന്ന സമയത്ത് മാത്രം ശാരീരികമായ ഈ മാറ്റം. ഇതെങ്ങനെ സംഭവിക്കും? ഇതൊരു സ്ട്രെസ് റെസ്പോൺസ് ആണോ, അതോ അവർ വിശ്വസിക്കുന്നത് പോലെ ശരിക്കും മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികളുടെ ഇടപെടലാണോ? മെഡിക്കൽ സയൻസിന്റെയും മനഃശാസ്ത്രത്തിന്റെയും കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിനെ നമുക്ക് മാസ് സൈക്കോജനിക് ഇൽനെസ് അല്ലെങ്കിൽ ഫോലി ആപ്ലൂസിയർ എന്നൊക്കെ വിളിക്കാം. അതെന്താണ് സംഭവം? അതായത് ഒരു കൂട്ടം ആളുകളിൽ, പ്രത്യേകിച്ചും പരസ്പരം വൈകാരികമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം ശാരീരിക ലക്ഷണങ്ങളായി മാറുന്ന അവസ്ഥ. ആ സഹോദരിയുടെ മുഖച്ഛായ മാറുന്നത് കടുത്ത ഉത്കണ്ഠ കാരണം രക്തയോട്ടത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളോ പേശികൾ വലിഞ്ഞു മുറുകുന്നതോ ആകാം. ആങ്സൈറ്റി കാരണം. അതെ. എന്നാൽ ഈ കുടുംബത്തിന്റെ വിശ്വാസപ്രകാരം ഇത് അവർക്ക് നേരെ ആരോ ചെയ്ത ദുർമന്ത്രവാദത്തിന്റെ ഫലമായിരുന്നു. ആ ചിന്ത അവരിൽ കടുത്ത മാനസിക സംഘർഷമുണ്ടാക്കി. അത്തരം ശക്തമായ വിശ്വാസങ്ങൾ നൊസീബോ ഇഫക്റ്റായി പ്രവർത്തിക്കുകയും ശരീരത്തിൽ യഥാർത്ഥ വേദനകൾ സൃഷ്ടിക്കുകയും ചെയ്യും. എന്തുതന്നെയായാലും ആ കുടുംബം കടുത്ത അനിശ്ചിതത്വത്തിലും ഭയത്തിലുമായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നിന്ന സമയത്താണ് അവർ ഡോക്ടർ ഹിഫ്സുൽ റഹ്മാനെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം തന്റെ പല ചികിത്സകളിലും വളരെ അഡ്വാൻസ്ഡായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ മനുഷ്യന്റെ ഊർജ്ജ തരംഗങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹീലി IMF എന്ന ബയോ എനർജറ്റിക് ഉപകരണവുമൊക്കെ അദ്ദേഹം സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കേസിൽ അദ്ദേഹം ആ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്? ഇത്രയും സങ്കീർണമായ കേസല്ലേ? അല്ല, അവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ഈ പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ അനുസരിച്ച് ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ആധുനിക സാങ്കേതിക വിദ്യകളായ AI-യോ ഹീലി ഉപകരണമോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടേയില്ല. സത്യമായിട്ടും? അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പക്കൽ അത്രയും മികച്ച അഡ്വാൻസ്ഡായ ടൂളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് അദ്ദേഹം അത് ഉപയോഗിക്കാതിരുന്നത്? അതാണൊരു നല്ല ചികിത്സകന്റെ പ്രത്യേകത. തന്റെ മുന്നിലെത്തുന്ന രോഗിയുടെ സാംസ്കാരികവും ആത്മീയവുമായ വിശ്വാസങ്ങളെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി. ഈ കുടുംബം വിശ്വസിച്ചിരുന്നത് തങ്ങൾക്ക് നേരെ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോ അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതെ. അത്തരമൊരു ശക്തമായ വിശ്വാസത്തെ മറികടക്കാൻ ഒരു യന്ത്രത്തേക്കാൾ കൂടുതൽ ഫലപ്രദമാവുക അവരുടെ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മീയ മാർഗങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തികച്ചും പരമ്പരാഗതമായ രീതികളാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അതായത് ഈ കേസിൽ ഉപയോഗിച്ചത് റുക്യ, അതായത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിക ആത്മീയ ചികിത്സ, പിന്നെ പാരാസൈക്കോളജി, ഒപ്പം ഇസ്ലാമിക് കൗൺസിലിംഗ്. ഈ റുക്യ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ലേ? അതെങ്ങനെയാണ് ശാരീരിക വേദനകളെ ഭേദമാക്കുന്നത്? അതൊരു ചടങ്ങെന്നതിലുപരി അതിനൊരു സൈക്കോളജിക്കൽ വശം കൂടിയുണ്ട്. റുക്യ എന്നത് പ്രധാനമായും ഖുർആൻ വചനങ്ങളുടെ ലയബദ്ധമായ പാരായണമാണ്. കടുത്ത ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്നൊരു വ്യക്തിക്ക് തങ്ങൾക്ക് ഏറ്റവും പവിത്രമാണെന്ന് വിശ്വസിക്കുന്ന ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായി വലിയൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു. അതായത് അവർ സേഫ് ആണെന്നുള്ള തോന്നല്. കൃത്യമായി. ഇത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കുകയും നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. അതുവഴി ശരീരത്തിന്റെ സ്വാഭാവികമായ ഹീലിംഗ് പ്രോസസ് വേഗത്തിലാകുന്നു. ഇതിനൊപ്പമാണ് അദ്ദേഹം പാരാസൈക്കോളജിയും കൗൺസിലിംഗും നൽകി അവരെ ആ വീടിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണത്തിലേക്ക് നയിച്ചത്. അത് വളരെ ലോജിക്കലാണ്. എന്നാൽ ആ ചികിത്സാ സമയത്ത് ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ആരുടെയും യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ്. അതെ,
ശരിക്കും അവിശ്വസനീയമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സഹോദരിക്ക് ഖുറാൻ പാരായണവും മറ്റു ചികിത്സകളും നടക്കുന്നതിനിടെ വീട്ടിൽ വെച്ച് പെട്ടെന്ന് അപസ്മാരം, അതായത് സീഷേഴ്സ് അനുഭവപ്പെടുന്നു. എന്നാൽ അതുമാത്രമല്ല, കൃത്യം അതേ സമയം തന്നെ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ആ ചികിത്സ നടക്കുന്ന സ്ഥലത്തില്ലാതിരുന്ന മൂത്ത സഹോദരൻ പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുന്നു. വാവ്! ഒരേ സമയം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി നടന്ന ഈ സംഭവം അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഴത്തിലുള്ള ആത്മീയ തടസ്സങ്ങൾ, അതായത് സ്പിരിച്വൽ ബ്ലോക്കേജ്, പുറത്തു വന്നതിന്റെ ലക്ഷണമായാണ് ഡോക്ടർ വിശദീകരിക്കുന്നത്. അതെ, ഇതാണ് ഈ കേസിനെ ഒരു ശരിയായ മെഡിക്കൽ മിസ്റ്ററിയാക്കുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം നടക്കുന്ന ഈ പ്രതിഭാസത്തെ ആത്മീയ തലത്തിൽ സിങ്ക്രോണിസിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഫിസിക്സിലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ദൂരെയുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ യാതൊരു ഭൗതിക ബന്ധവുമില്ലെങ്കിലും അവ പരസ്പരം പ്രതികരിക്കുന്ന അവസ്ഥ. അത് ശാസ്ത്രമാണ്. എന്നാൽ ഇവിടെ നടന്നത് വെറുമൊരു യാദൃശ്ചികത ആയിക്കൂടെ? അതായത് കോയിൻസിഡൻസ്. അതെ. ഉദാഹരണത്തിന്, നാളുകളായി കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ആ സഹോദരന് സ്ട്രെസ് കാരണം അൾസർ വന്ന് രക്തം ഛർദ്ദിച്ചതാകാം. അതേസമയം ഇവിടെ ചികിത്സയുടെ ഭാഗമായുള്ള അന്തരീക്ഷം കാരണം സഹോദരിക്ക് പാനിക് അറ്റാക്ക് വന്ന് അപസ്മാരമുണ്ടായതാകാം. ഇതിനെ എങ്ങനെയാണ് ആത്മീയമായി മാത്രം ബന്ധിപ്പിക്കുന്നത്? നിങ്ങൾ ചോദിച്ചത് തികച്ചും യുക്തിസഹജമായ ഒരു ചോദ്യമാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ അത് കടുത്ത സ്ട്രെസ് കാരണമുണ്ടായ അൾസറും പാനിക് അറ്റാക്കും തന്നെ ആകാം. എന്നാൽ പാരാസൈക്കോളജിയുടെയും ഡോക്ടറുടെയും വീക്ഷണത്തിൽ ഈ ഒരേ സമയത്തുള്ള പ്രതികരണം വെറുമൊരു യാദൃച്ഛികതയല്ല. പിന്നെയോ? ഒരു കുടുംബം എന്നത് കേവലം ഒരേ വീട്ടിൽ താമസിക്കുന്ന കുറച്ചാളുകൾ മാത്രമല്ല. അവർ പരസ്പരം ബന്ധിക്കപ്പെട്ട ഒരു എനർജി നെറ്റ്വർക്ക് കൂടിയാണ്. ആ ശൃംഖലയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്നു. ഈ ചികിത്സയിലൂടെ ആ ഊർജ്ജ ശൃംഖലയിലെ തടസ്സം, എന്താ പറയാ, ആ ഡീപ്പ് റൂട്ടഡ് സ്പിരിച്വൽ ബ്ലോക്കേജ് നീക്കം ചെയ്യപ്പെടുമ്പോൾ അത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരിലും ഒരേ സമയം പ്രതിഫലിക്കുന്നു എന്നാണ് വിശദീകരണം. ഓഹ്, മനസ്സിലായി. അതായത് ശരീരത്തിലെ ഭൗതികമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടക്കുന്നത്, എന്നാൽ അതിനെ ട്രിഗർ ചെയ്യുന്നത് ഈ ആത്മീയ അല്ലെങ്കിൽ വൈകാരിക തലത്തിലെ മാറ്റങ്ങളാണ്. വാവ്! അതായത് നമ്മൾ കാണുന്നതിനപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് അദൃശ്യമായ ചില ആഴങ്ങൾ കൂടിയുണ്ട് എന്നർത്ഥം. എന്തായാലും ഈ ചികിത്സയുടെ ഫലം എന്തായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ഭയാനകമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആ പ്രാക്ടോ റിവ്യൂവിന്റെ അവസാന ഭാഗം വളരെ പോസിറ്റീവായ ഒരു ചിത്രമാണ് നൽകുന്നത്. ആ കുടുംബം വ്യക്തമാക്കുന്നത് ഡോക്ടറുടെ ആ ഇടപെടലിന് ശേഷം ഇന്നവർ പൂർണ്ണമായും രോഗമുക്തരാണ് എന്നാണ്. അത് വലിയൊരു ആശ്വാസമാണ്. അതെ, അവരനുഭവിച്ചിരുന്ന ശാരീരികമായ വേദനകളിൽ നിന്നും അവരെ കാർന്നു തിന്നിരുന്ന ഭയത്തിൽ നിന്നും അവർ പൂർണ്ണമായും സ്വതന്ത്രരായി. വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ ഇന്നവർ വളരെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു. ആത്മീയ തടസ്സങ്ങളോ നേരിടുന്ന ആർക്കും ഡോക്ടർ ഹിഫ്സുർ റഹ്മാനെ ധൈര്യമായി സമീപിക്കാമെന്നും ആ കുടുംബം ശുപാർശ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് കൗൺസിലിംഗും പാരാസൈക്കോളജിയും ശരിക്കുമൊരു മാറ്റമുണ്ടാക്കുന്നതാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ശരിയാണ്. ആർക്കെങ്കിലും ഇത്തരം സേവനങ്ങൾ ആവശ്യമെങ്കിൽ അവരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ കൂടി ഈ ഉറവിടങ്ങളിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതെ, ആ വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പറയാം. തീർച്ചയായും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ക്ലിനിക്ക്. പിൻകോഡ് 560099. നേരിട്ടും അതുപോലെ ഓൺലൈനായും കൺസൾട്ടേഷൻ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർക്ക് വാട്സാപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ അദ്ദേഹത്തെ ബന്ധപ്പെടാം. ആ നമ്പർ +91 9061237800 അല്ലേ? അതെ, കൃത്യമാണ്. കൂടാതെ hifsul@hotmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.hifsul.net സന്ദർശിക്കാവുന്നതാണെന്നും ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോ നമ്മൾ വിവരങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന് കണ്ടെത്താനാവാത്ത ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഇത്തരം വൈകാരികമോ ആത്മീയമോ ആയ തടസ്സങ്ങൾ കൊണ്ടാകാം എന്ന് ഈ ഒരു കേസ് സ്റ്റഡി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെ, ആധുനിക മനഃശാസ്ത്രവും മനുഷ്യന്റെ പരമ്പരാഗതമായ വിശ്വാസങ്ങളും
പുരാതനമായ ആത്മീയ ചികിത്സകളും തമ്മിൽ സമന്വയിപ്പിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം അത്ഭുതകരമായ ഫലങ്ങളുണ്ടാക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. മനുഷ്യനെ വെറുമൊരു മാംസപിണ്ഡമായി മാത്രം കാണാതെ ഒരു സങ്കീർണ അസ്തിത്വമായി കാണാൻ ഈ കേസ് നമ്മെ പ്രേരിപ്പിക്കുന്നു. വളരെ ശരിയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഉറവിടങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ വിട്ടുനൽകുന്നു. നമ്മൾ കണ്ട ആ സഹോദരങ്ങളുടെ കാര്യത്തിലെന്ന പോലെ നമ്മുടെ ശരീരങ്ങളും ആത്മാക്കളും നമ്മുടെ കുടുംബാംഗങ്ങളുമായി അദൃശ്യമായ ഒരു ശൃംഖലയിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പല അവശതമായ ശാരീരിക വേദനകളും, അതായത് വിട്ടുമാറാത്ത പുറം വേദനയാകാം അല്ലെങ്കിൽ തലവേദനയാകാം, അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ പറയാതെ പോയ എവിടെയോ ബ്ലോക്ക് ചെയ്യപ്പെട്ട മാനസികാഘാതങ്ങളുടെ പ്രതിഫലനമായി പുറത്തുവരുന്നതാണെങ്കിലോ? അതൊരു വലിയ ചിന്ത തന്നെയാണ്. അതെ, നിങ്ങളുടെ ഉള്ളിലെ ആ സോഫ്റ്റ്വെയർ എന്തെങ്കിലും മെസ്സേജ് തരാൻ ശ്രമിക്കുന്നതാണെങ്കിലോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും നിങ്ങളുടെ തന്നെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും ഈ ചിന്ത നിങ്ങൾക്കൊരു പ്രേരണയാകട്ടെ. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.